ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ ഒന്നാം പ്രതി നിനോ മാത്യുവിന് വധശിക്ഷ, രണ്ടാം പ്രതി അനിശാന്തിക്ക് ഇരട്ട ജീവപര്യന്തം, രണ്ടു പ്രതികൾക്കും 63 ലക്ഷം രൂപ വീതം പിഴയും അടയ്ക്കണം. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സ്വന്തം കുഞ്ഞിനേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടിയെ ക്രൂരമായി കൊന്ന കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും ഭർതൃമാതാവിനെയും 3.5 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെയും ക്രൂരമായി കൊന്ന അനിശാന്തി മാതൃത്വത്തിന് അപമാനമാണെന്നും കോടതി വിലയിരുത്തി. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഒന്നും രണ്ടും പ്രതികളായ നിനോ മാത്യുവും അനിശാന്തിയും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചത്. തുടർന്ന് ഇരുവരുടെയും വാദം കേട്ട ശേഷം കോടതി അന്തിമ വിധി പറയുന്നതിലേക്ക് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. നിഷ്കളങ്കയായ പിഞ്ചുകുഞ്ഞിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ 4 വയസ്സുള്ള കുട്ടിയുടെ ജീവിതം മുളയിലെ നുള്ളിയെറിഞ്ഞ കുറ്റവാളി, കാമപൂർത്തീകരണം ലക്ഷ്യമിട്ട് നടത്തിയ കൊലപാതകത്തിന്റെ ഉടമ, മൃഗീയമായ കൊലയാളി എന്നിങ്ങനെ ഒന്നാം പ്രതി നിനോ മാത്യുവിനെ വിശേഷിപ്പിച്ചാണ് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി വി ഷെർസി വിധി പ്രസ്താവിച്ചത്. നിരാലംബയായ സ്ത്രീയെ 14 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ നിനോ മാത്യു സൗദി അറേബ്യയിലെ ഏത് സുഗന്ധദ്രവ്യം കൊണ്ടുവന്ന് കഴുകിയാലും പാപക്കറ മായുകയില്ലെന്നും ജഡ്ജി പറഞ്ഞു. അപൂർവങ്ങളിൽ അപൂർവമായ ഈ കേസിൽ വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നുമില്ലെന്നും ജഡ്ജി വിധിക്കുകയായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ, ഒന്നാം പ്രതിക്ക് അദ്ദേഹത്തിന് മരണം വരെ തൂക്കിക്കൊല്ലാനാണ് ഒന്നാം പ്രതിയെ കോടതി വിധിച്ചിരിക്കുന്നത്, ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതുപോലെ രണ്ടാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം ജീവപര്യന്തം തടവും. വധശിക്ഷയ്ക്ക് പുറമെ വിവിധ കേസുകളിൽ ജീവപര്യന്തവും 63.5 ലക്ഷം രൂപ പിഴയും നിനോ മാത്യുവിന് കോടതി വിധിച്ചു. മാതൃത്വത്തിന് തന്നെ അപമാനമാണ് അനിശാന്തി എന്ന പരാമർശത്തോടെയായിരുന്നു അനിശാന്തിക്കുള്ള ശിക്ഷാവിധിയിലേക്ക് ജഡ്ജി കടന്നത്. മകളുടെ കൊലപാതകത്തിന് കൂട്ടുനിന്ന കൊലപാതകം നടത്താൻ പങ്കാളിയായ അനിശാന്തിക്ക് സ്ത്രീ എന്ന പരിഗണന നൽകിയും അനിശാന്തിയുടെ ശാരീരിക ബുദ്ധിമുട്ട് കണക്കിലെടുത്തുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷിക്കുന്നതെന്ന് ജഡ്ജി വ്യക്തമാക്കി. വിവിധ വകുപ്പുകളിൽ 17 വർഷം തടവ് ശിക്ഷ വേറെയും അനിശാന്തിക്കുണ്ട്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും കോടതി പറഞ്ഞു. കൂടാതെ അനിശാന്തിക്ക് 63.5 ലക്ഷം രൂപ പിഴയായും കോടതി വിധിയിലുണ്ട്. എന്നാൽ നിർവികാരതയോടെയാണ് കോടതി വിധി ഇരുവരും കേട്ടത്. പ്രതികളിൽ നിന്ന് ലഭിക്കുന്ന നഷ്ടപരിഹാരത്തുകയിൽ 50 ലക്ഷം രൂപ അനിശാന്തിയുടെ ഭർത്താവ് ലിജീഷിനും 30 ലക്ഷം രൂപ ലിജീഷിന്റെ പിതാവ് തങ്കപ്പൻ ചെട്ടിയാർക്കും നൽകണമെന്നും കോടതി വിധിയിൽ പറയുന്നു. അതേസമയം വിധിയിൽ സന്തോഷമുണ്ടെന്ന് കേസിലെ പ്രധാന സാക്ഷി കൂടിയായ ലിജീഷ് പറഞ്ഞു. ഈ വിജയത്തിന് പുറകിൽ പ്രവർത്തിച്ച ആറ്റിങ്ങൽ DSP ആയിരുന്ന പ്രതാപൻ സാർ, സത്യസന്ധമായ അന്വേഷണം നടത്തിയ CI അനിൽകുമാർ സാർ, ഈ വിജയം പൂർത്തീകരിച്ച പ്രോസിക്യൂട്ടർ ശ്രീ വിനീത് കുമാർ സാർ, ഇവരോട് എനിക്കും എൻ്റെ കുടുംബത്തിനും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം നിനോ മാത്യുവിനെ സെൻട്രൽ ജയിലിലേക്കും അനിശാന്തിയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും കൊണ്ടുപോയി. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതകം നടന്ന് 2 വർഷവും 2 ദിവസവും പിന്നിട്ട വേളയിലാണ് പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചത്. മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമെന്ന് ആദ്യം തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുവെങ്കിലും പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രതികളെ അന്ന് തന്നെ പിടികൂടാൻ കഴിഞ്ഞത് നേട്ടമായി. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതകത്തിന്റെ നാൾവഴിയിലേക്ക്. അമ്മുമ്മയെയും ചെറുമകളെയും മോഷ്ടാക്കൾ പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തി. 2014 ഏപ്രിൽ നാടിന് നടുക്കിയ ഇരട്ടക്കൊലപാതക വാർത്ത ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായി ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു. എന്നാൽ വധശ്രമത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ലിജീഷ് പോലീസിന് കൊലപാതകയെപ്പറ്റി മൊഴി നൽകിയതോടെ ഇരട്ടക്കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞു. പാസ്പോർട്ടുമായി വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ സ്വന്തം ഫ്ളാറ്റിന് താഴെ നിന്ന് പോലീസ് കൊലപാതകയായ നിനോ മാത്യുവിനെ പിടികൂടി. കൊലപാതകത്തിന് എല്ലാ ഒത്താശയും ചെയ്ത അനിശാന്തിയും അന്ന് തന്നെ അറസ്റ്റിലായതോടെ അന്വേഷണത്തിൻ്റെ ആദ്യ കടമ്പ കഴിഞ്ഞു. 83 ദിവസം നീണ്ടുനിന്ന അന്വേഷണത്തിന് ശേഷം 2014 ജൂലൈ 11 അന്വേഷണ ഉദ്യോഗസ്ഥൻ M. അനിൽകുമാർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2015 ഒക്ടോബർ 12 കേസിന്റെ വിചാരണ ആരംഭിച്ചു. ഇതിനിടയിൽ അനിശാന്തിക്ക് ഹൈക്കോടതി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം അനുവദിച്ചു. 6 മാസത്തെ വിചാരണയ്ക്കിടെ 83 രേഖകളും 47 തൊണ്ടുമുതലുകളും 49 സാക്ഷികളെയും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. അനിശാന്തിയും നിനോ മാത്യുവും തമ്മിലുള്ള വഴിവിട്ട ദൃശ്യങ്ങളും കൊലപാതകത്തിനു ശേഷം രക്ഷപ്പെടാനായി വാട്സപ്പ് വഴി അയച്ചു കൊടുത്ത വഴിയുടെ ദൃശ്യങ്ങളും കേസിലെ മുഖ്യ തെളിവായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. ഇതുവഴി ഇരുവരും തമ്മിലുള്ള ഗാഢബന്ധവും കൊല ആസൂത്രണം ചെയ്തതിലെ പങ്കും സംശയാതീതമായി തെളിയിക്കാനായി. നാടിന് നടുക്കിയ ആറ്റിങ്ങൽ കൊലപാതകത്തിന് 2 വർഷം തികയുന്ന അതേ വേളയിലാണ് പ്രതികൾക്കുള്ള ശിക്ഷയും കോടതി വിധിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അവിഹിത ബന്ധത്തിൽ തുടങ്ങി അരുംകൊലയിൽ അവസാനിച്ച ആറ്റിങ്ങൽ കൊലപാതകം സമൂഹത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. കുടുംബ ബന്ധങ്ങളുടെ പൊള്ളത്തരത്തിനൊപ്പം മാതൃത്വം എന്ന പദം തന്നെ വിചാരണ ചെയ്യുന്നതിനും ഇരട്ടക്കൊലപാതകം നിമിത്തമായി.
ഉറ്റവരെ നഷ്ടമായതിന്റെ തീരാവേദനയിൽ ജീവിക്കുന്ന ലിജീഷും തങ്കപ്പൻ ചെട്ടിയാരും കൊലപാതകത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇനിയും മുക്തരായിട്ടില്ല. തുഷാരമെന്ന മലയാള വാക്കിന് മഞ്ഞുതുള്ളി എന്നാണ് അർത്ഥം. ഒരു മഞ്ഞുതുള്ളിയുടെ എല്ലാ വിശുദ്ധിയും നൈർമല്യവും ഉണ്ടായിരുന്നു പണ്ട് ഈ വീടിന്. മുന്നിലെ ഗേറ്റിൽ കൊത്തിവെച്ചിരിക്കുന്ന തുഷാരമെന്ന വീട്ടുപേര് ഇന്ന് വഴിയാത്രക്കാരെ നോക്കി പല്ലിളിക്കുന്നു. സ്വസ്തികയുടെ കളിയും ചിരിയുമെല്ലാം മുഴങ്ങിയിരുന്ന ഈ വീട്ടിൽ ശബ്ദം ഇന്നൊരു അനാവശ്യ വസ്തുവാണ്. ആരും ഇവിടേക്ക് വരാനില്ലെങ്കിലും ഹതഭാഗ്യനായ ലിജീഷും അച്ഛൻ തങ്കപ്പൻ ചെട്ടിയാരും വഴിക്കണ്ണുമായി ആരെയൊക്കെയോ കാത്തിരിക്കുന്നു. വിരക്തി കൊണ്ടോ ആരെയും അഭിമുഖീകരിക്കാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ടോ ഇരുവരും ഞങ്ങളുടെ ക്യാമറയെ അഭിമുഖീകരിക്കാൻ തയ്യാറായില്ല. അല്ലെങ്കിൽ തന്നെ നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകമായി ജീവിക്കുന്നവർ ഞങ്ങളോട് എന്തു പറയാൻ? വല്ലാതെ നിർബന്ധിച്ചപ്പോൾ അയലത്ത് വീട്ടിലെ പ്രായം ചെന്നൊരാൾ മാത്രം ഞങ്ങളോട് അല്പം സംസാരിച്ചു. എൻ്റെ അനുജൻ്റെ മകൻ്റെ കല്യാണം ആ ദിവസം നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്കാണ് ഈ വിവരം അറിയുന്നത്. ഫോൺ ചെയ്ത് നമ്മൾ വരുമ്പോൾ കാറിൽ എൻ്റെ ഫോണിൽ വിളിച്ചാണ് പറയുന്നത് ഇങ്ങനൊരു സംഭവം. അടുത്ത അയലൊക്കെ എന്നുള്ളത് ഈ അനുശാന്തി ആയിട്ട് എൻ്റെ ഭാര്യ പോലും സംസാരിച്ചിട്ടില്ല. രാവിലെ പോകുമ്പോൾ രാത്രി ചിലപ്പോഴൊക്കെ വരുന്നതേ കാണാൻ നോക്കും. നമ്മൾ പിന്നെ സന്ധ്യ കഴിഞ്ഞ് നമ്മളെ ജോലി നോക്കി അകത്തിരിക്കുകയല്ലേ ഉള്ളൂ. ശിക്ഷ ജഡ്ജി വിധിക്കണ ശിക്ഷ കുറഞ്ഞു പോകുമെന്നാണ് എൻ്റെ അഭിപ്രായം. അത്ര ക്രൂരമായിട്ടുള്ള സംഭവമല്ലേ ഇത്. എത്ര ശിക്ഷയായാലും കുറഞ്ഞു പോകില്ല. അതല്ലേ അങ്ങനത്തെ കാര്യമല്ലേ ചെയ്തിരിക്കുന്നത്. ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നിയമപരമായും അല്ലാതെയും നിരവധി വഴികൾ മുന്നിലുണ്ടായിട്ടും അരുംകൊലയുടെ വഴി തന്നെ എന്തിന് അനുശാന്തിയും നിനോ മാത്യുവും തിരഞ്ഞെടുത്തു എന്നത് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. ആറ്റിങ്ങലിൽ കളങ്കപ്പെട്ടത് തുഷാരമെന്ന സ്വർഗം മാത്രമല്ല, മാതൃത്വം എന്ന വിശുദ്ധ പദത്തിൻ്റെ സാങ്കത്യവും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു. നിനോ മാത്യുവും അനുശാന്തിയും ചേർന്ന് ഇല്ലാതാക്കിയത് 4 ജീവിതങ്ങളെയാണ്. 2 പേരെ നിനോ മാത്യുവിൻ്റെ കൊലക്കത്തി തട്ടിയെടുത്തപ്പോൾ ലിനീഷിനെയും അച്ഛൻ തങ്കപ്പൻ ചെട്ടിയാരെയും ജീവച്ഛവങ്ങളാക്കി ഈ വീട്ടിൽ ബാക്കി വെച്ചു. അരുംകൊല നടന്ന തുഷാരമെന്ന വീടിന് മുന്നിൽ നിന്നും ക്യാമറമാൻ അജിത്തിനൊപ്പം എസ് ജീവൻകുമാർ, ആറ്റിങ്ങൽ. എക്സൈസ് അസോസിയേഷൻ നേതാവിന്റെ ഭീഷണിയെ തുടർന്ന് അധ്യാപകൻ ജീവനൊടുക്കി. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹൈസ്കൂളിലെ പവിഴചന്ദ്രൻ പിള്ളയാണ് ആത്മഹത്യ ചെയ്തത്. എക്സൈസ് അസോസിയേഷൻ നേതാവ് TS ബൈജുവിന്റെ നിരന്തര ഭീഷണി മൂലമാണ് മരിക്കുന്നത് എന്നും ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിക്കുന്നു. ഇതിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. ഇന്നലെ രാവിലെയാണ് ചവറയിലെ വാടക വീട്ടിൽ പവിഴചന്ദ്രൻ പിള്ളയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. തന്റെ ഭാര്യയുടെ കാമുകനായ TS ബൈജുവും ശിവകുമാറും തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണെന്നും പവിഴചന്ദ്രന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഇവന്റെ ഭാര്യയുടെ കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തോ ബൈജു ശിവകുമാറും അവരുടെ നമ്പരും ടെലിഫോൺ നമ്പറും എല്ലാം വ്യക്തമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അവന്റെ മരണകാരണം അവരാണെന്ന് ആണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഭരണസ്വാധീനം ഉപയോഗിച്ച് TS ബൈജു പവിഴചന്ദ്രനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് KSTA ആരോപിച്ചു. സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നുള്ളത് തന്നെയാണ് KSTയുടെ അഭിപ്രായം. ജീവിക്കാനുള്ള കൊതി ബാക്കി വെച്ചിട്ടാണ് താൻ പോകുന്നതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പവിഴചന്ദ്രൻ പിള്ള പറയുന്നു. മാനസികമായി പീഡിപ്പിച്ചവരുടെ മൊബൈൽ നമ്പറുകളും കത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പവിഴചന്ദ്രന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നിയമ നടപടികളുമായി മുമ്പോട്ടു പോകാനാണ് ബന്ധുക്കളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. PSC പരീക്ഷകളിൽ മലയാളം ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഉറപ്പ് നൽകാനാകില്ലെന്ന് PSC ചെയർമാൻ. മലയാളത്തെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം PSC ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയ സാംസ്കാരിക നായകന്മാർക്ക് നേരെ കയ്യേറ്റം. മലയാളത്തെ PSC തഴയുകയാണ് എന്നാരോപിച്ച് ധർണ നടത്തിയ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ചെയർമാനെ കാണണമെന്നാവശ്യപ്പെട്ടു. ഇത് നിരാകരിച്ച സെക്യൂരിറ്റിക്കാർ പ്രൊഫസർ മധുസൂദനൻ നായരെയും KP രാമനുണ്ണിയെയും മർദ്ദിക്കുകയായിരുന്നു. തടയാനെത്തിയവരെയും സെക്യൂരിറ്റിക്കാർ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു. മദ്യനയത്തിൽ വെള്ളം ചേർത്ത് സർക്കാർ. പുതുതായി 6 ബാറുകൾക്ക് കൂടി സർക്കാർ അനുമതി നൽകി. 5 സ്റ്റാറായി ഉയർത്തിയ ശേഷമാണ് 4 ബാറുകൾക്ക് അനുമതി നൽകിയത്. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ കൊല്ലം ജില്ലാ കളക്ടറെ പ്രതിക്കൂട്ടിലാക്കാൻ സർക്കാർ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. സർക്കാർ നടപടി അപലപനീയമെന്നും കളക്ടർക്കെതിരെ അന്വേഷണം നടത്താനുള്ള തീരുമാനം സർക്കാർ ഗൂഢാലോചനയെന്നും VS പറഞ്ഞു. ക്രൈംബ്രാഞ്ച് നീക്കം പോലീസിനെയും ആഭ്യന്തരമന്ത്രിയും വെള്ളപൂശാനാണെന്നും VS പ്രസ്താവനയിൽ വ്യക്തമാക്കി.
പരവൂർ വെടിക്കെട്ട് അപകടം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 117 കോടി രൂപ കേന്ദ്ര സഹായം തേടുമെന്നും കൃത്യമായി കണക്കുകൾ നൽകാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. സാമ്പത്തിക സഹായം ഉൾപ്പെടെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് നടപടി വേണം എന്നാവശ്യപ്പെടുന്നത്. അത് സംബന്ധിച്ച് എൻ്റെ കത്ത് ഇന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നേരിട്ട് ഡൽഹിയിൽ പോയി കൊടുക്കുന്നതായിരിക്കും. പ്രധാനമന്ത്രിയുടെയും മറ്റ് VIP-മാരുടെയും സന്ദർശനം സംബന്ധിച്ച് ചില വാർത്തകൾ പത്രത്തിൽ വന്നിട്ടുണ്ട്. അത് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളെ വളച്ചൊടിച്ചാണ് പ്രശ്നം വന്നിരിക്കുന്നത്. ദേശീയ നേതാക്കൾ വന്നതിനെ സംസ്ഥാന ഗവൺമെൻറ് സ്വാഗതം ചെയ്യുകയാണ്. പരവൂർ വെടിക്കെട്ട് അപകടത്തിൽ 3 തൊഴിലാളികൾ കൂടി അറസ്റ്റിലായി. സജി, അജി, സൈജു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 21 അതേസമയം അന്വേഷണ സംഘം ചാത്തന്നൂർ CIയുടെയും SIയുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. RSSും മുസ്ലിം ലീഗും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായ മൊഹ്സിന കിദ്വായി. സ്വാതന്ത്ര്യ സമര സമയത്ത് മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാനാണ് ജിന്നയുടെ ലീഗ് ശ്രമിച്ചത് എങ്കിൽ ഇപ്പോൾ RSS ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് മൊഹ്സിന കിദ്വായി പറഞ്ഞു. അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് ലക്നൌവിൽ നടന്ന പരിപാടിയിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിന്റെ വിമർശനം. RSSും BJPയും രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയ അജണ്ടകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം മൊഹ്സിന കിദ്വായി മുസ്ലിം ലീഗിന്റെയും RSSന്റെയും പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്തത്. സ്വാതന്ത്ര്യ സമരകാലത്ത് രാജ്യത്തെ വിഭജിക്കുന്നതിലായിരുന്നു മുഹമ്മദ് അലി ജിന്ന നേതൃത്വം നൽകിയ മുസ്ലിം ലീഗ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇപ്പോഴാകട്ടെ RSS ചെയ്യുന്നതും ഇതേ കാര്യം തന്നെ. RSS ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. മുസ്ലിം ലീഗും RSSും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും മൊഹ്സിന കിദ്വായി പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത RSS ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് സർദാർ വല്ലഭായ് പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവരെ സ്വന്തം നേതാക്കളായി ഇവർ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതെന്നും മൊഹ്സിന കിദ്വായി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. 10 വർഷത്തിന് ശേഷം BJP ഓഫീസിൽ തിരിച്ചെത്തിയ PP മുകുന്ദൻ അപമാനിതനായി മടങ്ങി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തിയ മുകുന്ദനെ സ്വീകരിക്കാൻ സംസ്ഥാന നേതാക്കൾ ആരുമുണ്ടായിരുന്നില്ല. അവസരവാദ രാഷ്ട്രീയമല്ല ആദർശത്തിന് പ്രാധാന്യം നൽകിയതുകൊണ്ടാണ് 10 വർഷമായി താൻ മറ്റൊരു പ്രസ്ഥാനത്തിന്റെയും ഭാഗമാകാതിരുന്നത് എന്ന് മുകുന്ദൻ പറഞ്ഞു. കോൺഗ്രസ് ലീഗ് BJP ബന്ധത്തിന്റെ ആരോപണത്തെ തുടർന്നാണ് 2006-ൽ PP മുകുന്ദൻ BJPയിൽ നിന്നും പുറത്തായത്. കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനായതോടെയാണ് മുകുന്ദന് തിരിച്ചുവരവിന് കളമൊരുങ്ങിയത്. എന്നാൽ 10 വർഷത്തിനു ശേഷം BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തിരിച്ചെത്തിയ PP മുകുന്ദൻ അപമാനിതനായാണ് മടങ്ങിയത്. സംസ്ഥാന നേതാക്കൾ ആരും തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മാരാർജി ഭവനിൽ ഉണ്ടായിരുന്നില്ല. ഓഫീസ് സെക്രട്ടറിയോടുൾപ്പെടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും വിട്ടുനിൽക്കാൻ സംസ്ഥാന നേതൃത്വം പറഞ്ഞതായാണ് സൂചന. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിനായതിനാലാണ് ഓഫീസിലെത്തിക്കാൻ സാധിക്കാത്തതെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. സ്വന്തം കുടുംബത്തിലേക്ക് മടങ്ങിവരുമ്പോൾ ആരും സ്വീകരിക്കേണ്ടതില്ല എന്നായിരുന്നു ഇതിൽ PP മുകുന്ദന്റെ മറുപടി. അവസരവാദ രാഷ്ട്രീയത്തിനുപരിയായി ആദർശത്തിന് പ്രാധാന്യം നൽകിയതുകൊണ്ടാണ് 10 വർഷമായി മറ്റൊരു പ്രസ്ഥാനത്തിന്റെയും ഭാഗമാകാതിരുന്നതെന്നും മുകുന്ദൻ പ്രതികരിച്ചു. അതേസമയം PP മുകുന്ദൻ പാർട്ടിയിൽ തിരിച്ചെത്തിയതിൽ ഭൂരിഭാഗം സംസ്ഥാന നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. കോലിബി സഖ്യത്തിലൂടെ മുകുന്ദൻ BJPക്കുണ്ടാക്കിയത് തീരാകളങ്കമെന്ന അഭിപ്രായമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ BJPയിലേക്ക് മുകുന്ദന്റെ തിരിച്ചുവരവ് ദോഷം ചെയ്യുമെന്നുള്ളതാണ് ഇവരുടെ നിലപാട്. ഏതായാലും സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചതിനുശേഷം മാത്രമേ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങൂവെന്ന് വ്യക്തമാക്കിയാണ് PP മുകുന്ദൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പകൽപൂരത്തിന് സമാപനമായതോടെ തൃശൂർ പൂരത്തിന് കൊടിയിറങ്ങി. തിരുവമ്പാടി പാറമേൽക്കാവ് ഭഗവതിമാർ വടക്കുംനാഥന് മുന്നിൽ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെയാണ് 36 മണിക്കൂർ നീണ്ട പൂരാവേശത്തിന് സമാപനമായത്. അടുത്ത വർഷം മെയ് 5-നാണ് തൃശൂർ പൂരം. തലേ ദിവസത്തെ പൂരത്തിന്റെ ആവർത്തനമായിരുന്നു പകൽപൂരത്തിലും. തട്ടകക്കാരുടെ സ്വന്തം ആഘോഷമായ പകൽപൂരം കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. കുടമാറ്റത്തിന്റെ ചെറുപതിപ്പും പകൽ വെടിക്കെട്ടും പൂരപ്രേമികൾ ആഘോഷമാക്കി.
തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ വടക്കുന്നാഥിന് മുന്നിൽ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ 36 മണിക്കൂർ നീണ്ട പൂരാവേശത്തിന് സമാപനമായി. പൂരം കാണാനായതിന്റെ സംതൃപ്തിയിൽ കണ്ണും മനവും നിറഞ്ഞാണ് ഓരോ പൂരപ്രേമിയും മടങ്ങിയത്. അടുത്ത വർഷം മെയ് 5-നാണ് തൃശൂർ പൂരം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൃഷി ചെയ്യാൻ സ്ഥലമല്ല, അതിനുള്ള മനസ്സാണ് വേണ്ടത് എന്ന് കാണിച്ചു തരികയാണ് എറണാകുളം ചെമ്പുമുക്ക സ്വദേശി മാത്യു ജോൺ. ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം വീടിന് സമീപത്തെ കിട്ടാവുന്ന ഭൂമിയിലെല്ലാം വിവിധയിനം കൃഷികൾ ചെയ്ത് വിഷമടിച്ച മറുനാടൻ പച്ചക്കറികൾക്ക് തന്നാലാവും വിധം പ്രതിരോധം തീർക്കുകയാണ് മാത്യു ജോൺ. ഒരിക്കൽ പച്ചക്കറിക്കടയിൽ പോയി മുരിങ്ങാക്കോലിന് വില ചോദിച്ചതാണ് ജോണേട്ടൻ. വില 100 രൂപ. കാരണം തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കമാണത്രേ. അന്ന് തീരുമാനിച്ചു ഇനി മുരിങ്ങ കാശു കൊടുത്തു വാങ്ങില്ല. ഇപ്പോൾ ജോണേട്ടൻ മാത്രമല്ല, പരിസരത്തുള്ള ആരും തന്നെ മുരിങ്ങ കാശു കൊടുത്തു വാങ്ങാറില്ല. ആവശ്യമുള്ളത് ഇവിടെ നിന്ന് പറിച്ചെടുക്കും. സെൻട്രൽ PWDയിൽ നിന്ന് വിരമിച്ച ശേഷം വെറുതെ ഇരിക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ചാണ് വീടിനടുത്ത് കാടുപിടിച്ചു കിടന്ന സുഹൃത്തിൻ്റെ സ്ഥലം വെളുപ്പിച്ചെടുത്ത് കൃഷി തുടങ്ങിയത്. മുരിങ്ങയിൽ തുടങ്ങിയത് ചീരയായും വെണ്ടയായും വാഴയായും തക്കാളിയുമൊക്കെയായും മാറി. കൃഷിയിൽ സഹായിക്കാൻ അയൽക്കാരും കൂടിയതോടെ സംഭവം ഉഷാറായി. ഇപ്പോൾ ചെമ്പുമുക്ക പുളിയിലം വെസ്റ്റ് റോഡിന് അവസാനമെത്തുമ്പോൾ ഒരു ഹരിതാഭയാണ്. അതുമതി സന്തോഷത്തിനെന്ന് ജോണേട്ടനും. ഈൽഡ് തീർച്ചയായിട്ടും കിട്ടും. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈൽഡ് കിട്ടും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതിനകത്തിപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്, ഞാനും കൃഷി ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അതിന് നമ്മൾ കുറച്ച് പെയിൻ എടുക്കണം. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം നമുക്ക് അതിനു വേണ്ടി ചിലവാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അർപ്പണ മനോഭാവത്തോടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഈൽഡ് കിട്ടും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. PVC പൈപ്പുകളിൽ വെള്ളം നിറച്ച് അതിനു മുകളിൽ ഗ്രോ ബാഗുകൾ സ്ഥാപിച്ച് ഒരു പരീക്ഷണ കൃഷിരീതിയും മാത്യു ജോൺ നടപ്പാക്കുന്നുണ്ട്. ഗ്രോ ബാഗുകൾക്കകത്തെ മണ്ണിലേക്ക് പൈപ്പിൽ നിന്ന് കയറുകൾ ഉറപ്പിക്കും. ഇതിലൂടെ മുഴുവൻ സമയവും ബാഗിനകത്ത് നനവ് സൂക്ഷിച്ചു നിർത്താനാകുമെന്ന് പറയുന്നു. വെറുതെ കിടക്കുന്ന സ്ഥലം ഉടമ കൃഷിക്ക് നൽകാൻ തയ്യാറാണെങ്കിൽ ജോണേട്ടൻ റെഡി. കുറച്ചു നാൾ കൊണ്ട് അവിടം ജൈവ പച്ചക്കറി തോട്ടമായി മാറ്റിയെടുക്കും. തമിഴ്നാട്ടിൽ നിന്നുമെത്തുന്ന വിഷമടിച്ച പച്ചക്കറികൾക്ക് പ്രതിരോധം തീർക്കാൻ ഇതുപോലുള്ള കൂട്ടായ്മകളും മാതൃകകളും നമുക്ക് ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അൽഷിഫ ആശുപത്രിയും എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹവേദി ഒരുക്കി. ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷാജഹാൻ യൂസുഫിന്റെ മകൾ ഷിഫയുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് നിർധനരായ 5 പെൺകുട്ടികളുടെ വിവാഹം നടത്തിയത്. വിവാഹത്തിന്റെ പേരിൽ നടക്കുന്ന ധൂർത്തിനും അനാചാരങ്ങൾക്കും എതിരായ സന്ദേശമാണ് ഈ പ്രവൃത്തിയെന്ന് ഷാജഹാൻ യൂസുഫ് പറഞ്ഞു. അൽഷിഫ സാന്ത്വനം 2016 എന്ന പദ്ധതിയുടെ ഭാഗമായി ഇടപ്പള്ളിയിൽ നടന്ന പരിപാടിയിൽ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു.